ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. ഇതെങ്ങനെ അറിയാം? ആണോ? അറിയാവോ? മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ. ചോദിച്ചോട്ടെ, പിന്നെ ഈ ദുബായിലും ബഹറിലൊക്കെ പോയപ്പോ വെള്ളം അടിച്ച് ബാറിൽ ഡാൻസ് കളിച്ചു എന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ കഴിച്ചില്ലെന്നല്ല, കഴിച്ചില്ല. റൂമിലാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കഴിക്കും. അല്ലാതെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല. ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ പ്രമോഷൻ അത് ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ ഒരു രേണു മാക്സിമം എത്ര പെഗ് കഴിക്കും? എന്തിനൊക്കെ പറയുന്നത് ചേട്ടാ? അല്ല എത്ര വരെ പോകും? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുതിയാണ് ഇന്നത്തെ വിഷയം. ഈ രേണുസുതിയുടെ കാണുന്ന വീഡിയോ എല്ലായിടത്തും ഇടുന്ന സ്വഭാവം എനിക്കില്ല. സംസാരിക്കണമെന്ന് തോന്നിയാൽ മാത്രമുള്ള വീഡിയോ, അങ്ങനത്തെ മാത്രം വീഡിയോ എടുക്കാറുള്ളൂ. ഇപ്പൊ പക്ഷെ ഇന്നലെയൊക്കെ തൊട്ട് ഒരു വിഷയം ഇങ്ങനെ കടന്ന് എയറിലാവുന്നുണ്ട് രേണുസുതി വീണ്ടും. അതായത് മദ്യപാനം. രേണുസുതി വെള്ളം അടിക്കുമെന്ന് രേണുസുതി പരസ്യമായിട്ട് പറയുന്നു. നേരത്തെ ഒരിക്കലും ഇത് സംഭവിച്ചിട്ടുണ്ട്, 1-2 തവണ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് ക്രിസ്മസിനൊക്കെ ഞങ്ങൾ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വ്യക്തമായിട്ട് ബ്രാൻഡ് സഹിതമാണ്, മാജിക് മൂവ്മെന്റ് ആണ് സ്ഥിരമായിട്ട് അടിക്കുന്ന ബ്രാൻഡ് എന്ന് വരെയും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എനിക്ക് പറഞ്ഞിരുന്നു ഇങ്ങനെ എന്തോ ഒന്ന് വെള്ളം അടിക്കുന്നു പറഞ്ഞപ്പോൾ ഈ ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ ഞങ്ങൾ അടിക്കും. ഞാൻ ആ വീഡിയോ അന്ന് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു രേണുസുതിക്കെതിരെ. അപ്പോഴും ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഞാനും കോട്ടയം ജില്ലയിൽ ജനിച്ചു വളർന്ന, അപ്പം എനിക്കും അറിയാൻ പറ്റും അച്ചായന്മാരുടെ നാടാണ് കോട്ടയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ ഞങ്ങളുടെ എല്ലാം ഫാമിലിയിലൊരു സ്വാധീനം ആ സമയത്ത് ഉള്ളത് തന്നെയാണ്. അത് രേണുസുതി അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതായത് നമ്മുടെ വീടുകളിലെ ആണുങ്ങൾ പോലും ക്രിസ്മസ് ന്യൂ ഇയർ അതുവരെ രഹസ്യമായിട്ടുള്ള അടിയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസം സ്ത്രീകളെയും കൂടെ കൂട്ടി ആ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സ്ത്രീകൾക്ക് ഒരു ബിയറൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ ബഹുമാനവും അച്ഛനും അച്ഛൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്ന ആ ബഹുമാനമൊക്കെ ഒന്ന് വിട്ട് എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് അടിക്കുക. അങ്ങനത്തെയൊക്കെ ഒരു രീതി ക്രിസ്മസിനും ന്യൂ ഇയറിനും കോട്ടയം ജില്ല പൊതുവെ അങ്ങനത്തെ വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് സ്ത്രീകൾക്കും ഇങ്ങനെ തൊട്ട് തെറിപ്പിച്ചാൽ കൊടുക്കുന്ന പോലെ കൊടുക്കുകയൊക്കെ ചെയ്യും. അതായിരിക്കാം പറഞ്ഞതെന്നാണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത്. ആൾക്കാർക്ക് അത് മനസ്സിലാകാതെ പോയതായിരിക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് വിദേശത്ത് പോയിട്ട് അടിക്കും എന്നുള്ള രീതി പറഞ്ഞു. അപ്പോഴും അത് ചുമ്മാ ഉണ്ടാക്കിയ ഗോസിപ്പ് എന്നേ ഞാൻ കരുതുള്ളൂ. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരത്തി തുറന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് അയ്യോ അതെങ്ങനെ അറിയാം എൻ്റെ ബ്രാൻഡ് മാജിക് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. തനി വിവരക്കേടെന്നല്ലാതെ ഒന്നും പറയാം. ഒന്ന് വിളിച്ചു പോവിയത് മീഡിയയ്ക്ക് മുന്നിലൊക്കെ വിളിച്ചു പോകുന്നത് തനി വിവരക്കേടാണ്. ഒരല്പം പോലും ചിന്തിക്കുന്നില്ല. ഒരുമാതിരി മനഃശാസ്ത്രന്മാരുടെ ക്വസ്റ്റ്യൻ പോലെയാണ് മീഡിയക്കാരുടെ ക്വസ്റ്റ്യൻ. അതായത് ഉള്ളിലിരിക്കുന്നത് ഇനി പുറത്തോട്ട് പോരട്ടെന്ന് കരുതിയാണ് അവന്മാരിട്ട് കൊടുക്കുന്നത്. അത് അവന്മാരുടെ ബുദ്ധി. അങ്ങോട്ട് പറഞ്ഞ നിമിഷം അയ്യോ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇത്രയ്ക്ക് ബുദ്ധിയില്ലായുണ്ടോ? അത് പോട്ടെ, അത് ഇങ്ങനെ വിളിച്ചു പോകുന്ന മൊത്തത്തിൽ തുടക്കകാലം തൊട്ടിങ്ങനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ഫിറോസ് പണിത് കൊടുത്ത വീടിന്റെ കാര്യം പറയുമ്പോൾ ഒരു മീഡിയക്കാരനാണ് ഇപ്പൊ ചോദിച്ചത് അകവശവും നനയുന്നുണ്ടല്ലോ, അകത്തെ മുറിയും നനയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചത്. അത് എറിച്ചിലടിച്ച് കാറ്റടിച്ച് അവർ പണിതീന്ന് വീണ, അല്ലാതെ ചോർച്ചയല്ലായിരുന്നു എന്നുള്ള സത്യം പിന്നീട് നമുക്ക് മനസ്സിലായി. അപ്പൊ അതാ ചോദ്യത്തിലായിരുന്നു അന്ന് ആ വിവാദം ഉണ്ടായത്. അകത്തെ മുറിയിൽ നനയുന്നു എന്നുള്ളൊരു വിവാദം എന്നാൽ ചോദ്യത്തിലാണ്, മീഡിയക്കാരുടെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. അത് രേണു പറഞ്ഞു കൊടുത്തിട്ട് അവർ ചോദിച്ചതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതാണ് ഈ സംസാരിക്കുന്നതിലെ സൂക്ഷിക്കുക. ആ വിവാദം അങ്ങോട്ട് കത്തിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ആ ഫിറോസ് എന്ന് പറയുന്ന അങ്ങേരുടെ കഞ്ഞി മുട്ടുന്ന അവസ്ഥയിലെത്തി, ആരും പണി കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെയായി. ഈ രേണുസുതി ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ സംസാരത്തിൽ തീരെ ശ്രദ്ധിക്കില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്. എന്നാൽ ഒരു മീഡിയ ചോദിക്കുമ്പോൾ നമ്മളൊരു കരുതലെടുക്കണം. ഇത് പബ്ലിക്കാണ്, ഇത് നേരെ അങ്ങോട്ട് എയറിലേക്ക് വിടുന്ന മാതിരി അങ്ങ് എല്ലാവരുടെ എതിരെ പൊതുജനം പലവിധം പല രീതിക്ക് കമന്റ് വെക്കും. ഈ കമന്റ് അനുകൂലമായിട്ട് എഴുതാൻ വേണ്ടി PR-നെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനപ്പുറം ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, അവരെഴുതും ഇത് ശരിയായില്ലെന്ന്. പിന്നെ ഇവിടെ ഇപ്പൊ പറയേണ്ട ഒരു കാര്യം, അയ്യോ വെള്ളടിക്കാന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അത് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത, അല്ലേ നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. രേണുസുതി എന്ന് പറയുമ്പോൾ 2K കിഡ്സ് ഒന്നുമല്ല. ഇപ്പോഴത്തെ പെമ്പിളാർ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ പറയുന്ന പോലെ വിവാഹത്തിന് മുന്നേ സെക്സ് ആവാം, ഒരു കുഴപ്പമില്ല, 2 വ്യക്തികൾക്ക് താല്പര്യമാണെങ്കിൽ അതെപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്ന 2K കിഡ്സ് ഒന്നും അല്ലല്ലോ രേണുസുതി. രേണുസുതി എന്ന വ്യക്തിക്ക് മലയാളികൾ അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്നേഹം, അമ്മമാരൊക്കെ കൊടുത്തിരിക്കുന്ന
സ്നേഹവും കരുതലും അല്ലെ എന്താണ് രേണുസുതിക്ക്, എങ്ങനത്തെ സ്നേഹമാണ് കിട്ടിയതെന്ന് രേണുസുതി മനസ്സിലാക്കി വെക്കണം. വെച്ചിട്ട് വേണം സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കാൻ. രേണുസുതിയെ കൊല്ലസുതിയുടെ വൈഫായിട്ടാണ് കണ്ടിരിക്കുന്നത്. രണ്ടാമത് അതിനോടൊപ്പം ചേർന്ന് ഒരു വിധവ എന്നുള്ള ഒരു മേൽവിലാസം കൂടെ ഉണ്ട്. ആ മേൽവിലാസം കൂടെ രേണുസുതിയുടെ ഒപ്പം ചേരുമ്പം ജനങ്ങൾക്ക് പല ആൾക്കാർക്കും ഒരു സഹതാപം കലർന്ന സ്നേഹമാണ് രേണുസുതിയോടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ രേണുസുതി ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് പരസ്യമായിട്ട് മാജിക് മൊമെന്റ് അടിക്കുമെന്ന് പറയേണ്ട കാര്യമുണ്ട്. അപ്പം മദ്യപിച്ചത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. തെറ്റ് തന്നെയാണ് രേണുസുതി മദ്യപിക്കുന്നതും അത് വിളിച്ചു പോകുന്നതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം രേണുസുതി ഇപ്പോഴത്തെ കാലത്തെ കൊച്ചു പെണ്ണൊന്നും അല്ലല്ലോ. കുറച്ചൊന്ന് പ്രായമില്ലേ, 10-32 വയസ്സേലും ഇല്ലേ. ആ ഒരു പ്രായം വെച്ച് നമ്മൾ രേണുസുതിക്ക് കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഒരു മാന്യനായ വ്യക്തിയുടെ അടക്കൊതുക്കത്തോടെ കഴിയുന്ന ഒരു വൈഫ് എന്നുള്ള. അവിടുന്ന് അവര് വെളിയിലിറങ്ങി ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിച്ചപ്പോഴും ഞാൻ ഉൾപ്പെടെ പറഞ്ഞത് അവർ ഒരു ചാൻ വയറിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവർക്ക് 2 മക്കളുണ്ട്. ആ മക്കളെ വളർത്താൻ വേണ്ടിയാണ്. അതൊരു ഫീൽഡിലോട്ട് ഇറങ്ങി അവർക്കറിയാവോ. ഉടനെ ആ കാലത്ത് ആൾക്കാർ ചോദിച്ചു ഒരു സെയിൽസ് ഗേളായിട്ട് പോയാൽ പോരെ എന്നൊക്കെ. അതൊന്നുമല്ല, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡ് ഇതാണ്, ഇവിടോട്ട് പോട്ടെ. അതിനു വേണ്ടി അഭിനയിക്കാൻ പോകുന്നു, അതവർ ചെയ്യുന്നത് അവർക്കറിയാവുന്ന തൊഴിൽ, അത് ചെയ്യുന്നത് നമ്മളധികം പറയണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ഇപ്പം ഒരു ചാൻ വയറിന് വേണ്ടിയല്ല, മാജിക് മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്ന രേണുസുതിയെ കാണേണ്ട അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ ഒരു വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ, 2 അറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വരുന്ന രേണുസുതിയല്ല, മാജിക് മൊമെന്റ് മേടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന രേണുസുതിയെ കാണുന്നത്. അത് ആര് പറഞ്ഞു വിട്ടാണ്? രേണുസുതി തന്നെ പറഞ്ഞു. അപ്പൊ ആലോചിച്ച് വേണം സംസാരിക്കാൻ. രണ്ടാമത് ഈ വെള്ളടിക്കുക. ഇപ്പൊ പുറത്തിറങ്ങിയ നിങ്ങൾക്കറിയാം, ഈ അടുത്ത് ഞാൻ ഒരു കടക്കാരനോട് സംസാരിക്കേണ്ടി വന്നപ്പം അവർ ഈ 24 കടയാണ് നടത്തുന്നത്. അവിടെ എന്തോ വിദേശത്തു നിന്നൊക്കെ വരുന്ന കൂട്ട് എന്തോ സിഗരറ്റൊക്കെ ഉണ്ട്. അപ്പം ആൺകുട്ടികളെക്കാട്ടും കൂടുതൽ സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികളാന്ന് പറഞ്ഞു. കാലം മാറിയതാണ്. ഈ കാലം മാറുന്നതനുസരിച്ച് എല്ലാവരും പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അവനവൻ്റെ ഫാമിലി, അവനവൻ്റെ മക്കൾ. നാളെ ഒരിക്കൽ രേണുസുതിക്ക് ഋതപ്പം വെള്ളം അടിച്ച് മുന്നിൽ വന്ന് കുഴഞ്ഞാടി അങ്ങോട്ട് നിന്ന് ഇറങ്ങിപ്പോടാ, നിന്നെ വെള്ളം അടിച്ചിട്ട് ഒരു കൊച്ചെനിക്ക് വേണ്ട, അല്ല നീ എൻ്റെ കൂടെ താമസിക്കുന്ന ഇത്രയും കാലം വെള്ളം അടിച്ച് ഇങ്ങനെ വഷളാകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ് അവനെ കർക്കശ്യത്തോടെ നിയന്ത്രിക്കാൻ രേണുസുതിക്ക് അർഹതയുണ്ടോ? ഇല്ല. അവിടെ പോയി വെള്ളം അടിക്കുന്നിടത്ത് അമ്മ വെള്ളം അടിക്കാൻ, പിന്നെ മകൻ ഭാവി വെള്ളം അടിച്ചല്ലേ, ഋതപ്പനല്ല അല്ലെ കിച്ചു വെള്ളം അടിച്ചു വന്നാൽ നീ വെള്ളം അടിക്കരുതടാ എന്ന് പറയാനുള്ള അവകാശമുണ്ടോ? അല്ലെ മയക്കുമരുന്ന് ഉപയോഗിച്ച് വേറെ തോന്നിയാസം പോയാൽ അതിനെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ടോ? ഒന്നുമില്ല. അപ്പം തന്നെ പിള്ളേർ തിരിച്ചു ചോദിക്കും, അമ്മ പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പം തീർച്ചയായിട്ടും രേണുസുതി ഈ വെള്ളം അടിക്കുന്നുണ്ട്, അത് തെറ്റ് തന്നെയാണ്. അല്ലാതെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അതോ അവർ ചെയ്തോട്ടെ, നിങ്ങൾക്ക് പറയാൻ എന്താ കാര്യം ചോദിച്ച് PR വരും. അതൊന്നുമല്ല, തെറ്റ് തന്നെയാണ്. രേണുസുതിയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ വെള്ളം അടിച്ച് പോകരുത്. മലയാള സിനിമയിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഒരു തിരുവല്ലാക്കാരി, നയൻതാരയല്ല കേട്ടോ, പേര് പറഞ്ഞില്ല. അപ്പം അവർ ഇതുപോലെ നല്ല പോലെ വന്ന കാലത്ത് വെള്ളം അടിച്ച് പൂക്കുറ്റിയായിട്ട് അവസാനം അവരുടെ ചില പ്രവൃത്തികളോട് അവരുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദേഷ്യമായപ്പോൾ അവർ ഉപദേശിച്ചു തുടങ്ങിയപ്പോൾ ഈ പെൺകുട്ടി വെള്ളം എടുക്കുകയും ചെയ്യുന്നതിൽ സ്വബോധം നഷ്ടപ്പെട്ട് രാവിലെ ഷൂട്ടിംഗ് വെച്ചാൽ രാവിലെ ഒന്നും വരികയില്ല, ഉച്ച 11 മണിയൊക്കെ ആകുമ്പോൾ. ഷൂട്ടിംഗ് എപ്പോഴും 6 മണിക്കൊക്കെ തുടങ്ങുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരും വലിയ വലിയ നടന്മാർ വന്ന് കാത്തിരുന്നാലേ ഈ പെങ്കൊച്ച് വരികയില്ല. എന്നിട്ട് വൈകി വന്നിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെട്ട് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയായി മാറി. അവസാനം അത് കൂടി വന്നിട്ട് വീട്ടുകാർക്കെതിരെ കേസ് കൊടുത്തു. പത്രസമ്മേളനം വിളിക്കുന്ന പോലെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അന്ന് ആ പെൺകുട്ടിയുടെ ഒപ്പം നിന്നത് ശ്രീലേഖ IPS എന്ന ആ പെൺകുട്ടിയുടെ ഒപ്പം നിന്ന് വീട്ടുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ശ്രീലേഖ IPS വന്നു. പക്ഷെ കാലം പോയി ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് വെള്ളം അടിച്ചതും പറഞ്ഞത് എടുത്തതും എല്ലാം മോശമാണെന്നവർക്കും കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കുകയും അന്നത് പറഞ്ഞതിൽ പശ്ചാത്തപിച്ച് ഇന്റർവ്യൂ ഇടുകയും ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ആ കാലഘട്ടം അത്രയും ചെയ്തു കൂട്ടിയ സകല വൃത്തികേടിൻ്റെയും പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ വെള്ളം അടിച്ചിട്ടുണ്ടായ ഒരു മോശമായിരുന്നു. നമ്മൾ ഉർവശിയുടെ ഡിവോഴ്സ് കേസിൽ വെള്ളം അടിച്ച് ഉർവശി കോടതി തെറ്റി വന്നു നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വെള്ളം അടിച്ച പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഭാവി കളഞ്ഞിട്ടുണ്ട്. രേണുസുതി തന്നെത്താൻ വഴിവെട്ടി വന്നവളൊന്നും അല്ല. ആൾക്കാർ പലരും സഹായിച്ചു തന്നെ വന്ന. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആരും കാണിക്കാത്ത, ഒരു വിധവയും കാണിക്കാത്ത ഗോഷ്ഠികളൊക്കെ കാണിച്ചാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ആ പെർഫ്യൂം ഉണ്ടാക്കുക, ലക്ഷ്മി നക്ഷത്രം, അങ്ങനെ പിന്നെ അവർ മറ്റുള്ളവരെക്കാട്ടും സഹതാപം ജനം എല്ലാം കൂടെ ചൊരിഞ്ഞിട്ടിട്ട് വീട് വെച്ചു കൊടുക്കുക. ആ വീടിൻ്റെ വിവാദം ഇതുവരെ
ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ നോക്കിയാൽ രേണുസുതി അവിടം തൊട്ട് ഇവിടം വരെ പോന്നിരിക്കുന്ന ജനങ്ങളുടെ സ്നേഹവും എത്ര എതിർപ്പുണ്ടെങ്കിലും കുറെ അധികം ജനങ്ങളുടെ സ്നേഹവും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാധ്യത പോലെയുണ്ട്, ജനങ്ങളോടൊരു ബാധ്യതയുണ്ട്. ഇനി രേണുസുതി ഇങ്ങനെ ചെയ്യുന്നുണ്ടേ പോലും അത് അവനവന്റെ വീട്ടിൽ അവനവന്റെ മക്കളുടെ മുന്നിൽ വില പോകുന്നേ ഉള്ളൂ. പക്ഷെ സോഷ്യൽ മീഡിയ വന്ന് വിളിച്ച് ധൈര്യപൂർവ്വം ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു അഹങ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ. നിഷ്കളങ്കതയോ മണ്ടത്തരോ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. അഹങ്കാരം. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നൊരു അഹങ്കാരം. ആ അഹങ്കാരം എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചാൽ, പണമില്ലാതെ ഇരുന്നേച്ച് കയ്യിൽ തന്നെത്താൻ അധ്വാനിച്ച് 4 ചില്ലറ വന്ന് പെടുമ്പോഴത്തേന് സ്വയം വിൽ പവർ പ്ലസ് മണി പവർ, ആ മണി പവർ അല്പം കാശ് കിട്ടി കഴിയുമ്പോഴത്തേനുണ്ടാകുന്ന ഒരു മണി പവറിലാണ് ഈ വിളിച്ചു പോകുന്നത്. വെള്ളം അടിക്കുമെന്നൊക്കെ പറയാനും ആരുണ്ട് ഇവിടെ ചോദിക്കാന്നുള്ള ഒരു രീതിയും എല്ലാം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു വിൽ പവർ കിട്ടി. ആ വിൽ പവർ കിട്ടുന്ന മണി പവർ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക. മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു നടിയാണോ രേണുസുതി? എന്തോന്നാണ് ഇത്, വിദേശത്ത് പോയി 1-2 ഉദ്ഘാടനമോ ബിഗ് ബോസ് ഇപ്പോൾ ഒരാഴ്ച നിന്നതോ ഇപ്പോൾ ഉള്ള 1-2, ഇത് എത്ര കാലം നിൽക്കുമെന്നാണ് നിങ്ങളൊക്കെ ഈ ഓർക്കുന്നത്? അപ്പൊ അടങ്ങി ഒതുങ്ങി ജീവിക്കാന്നുള്ളത് രേണുസുതിയെ സംബന്ധിച്ച് വേണ്ട ഒരു കാര്യം തന്നെ. അല്ലാതെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അയ്യോ അവർക്ക് അങ്ങനെയൊക്കെ ആവാം, അത് പറയേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ് എന്നും ചോദിച്ച് PR വരും. അങ്ങനെ ഞങ്ങൾക്കുണ്ട്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഈ രേണുസുതിയുടെ ഹസ്ബൻഡ്, അതായത് കൊല്ലം സുതി മരിക്കുന്നതും അതിനുശേഷം ഈ സ്ത്രീ കരഞ്ഞു കൂവിയ ഒരു പരുവാന്നു, പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ പ്രവേശനവും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കൺമുമ്പിലാണ് ഇത് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ വന്ന് ഈ അഹങ്കാരം വിളമ്പുന്നതിന് ഒരു ന്യായവും പറയാനില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.